നാം വീട് നിർമ്മിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എവിടെയാണെന്നുള്ളത്. മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിൽ തന്നെ വരണം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കന്നിമൂലയിൽ നമ്മുടെ ബെഡ്റൂം വരുന്ന സമയത്ത് തീർച്ചയായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, ഏത് ദിക്കിലേക്കാണ് അതിൻ്റെ വാതിൽ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഏത് ദിക്കിലേക്ക് വീട് വെച്ചാലും നമ്മുടെ ബെഡ്റൂം കന്നിമൂലയിൽ വരണം. അതിൽ ഏറ്റവും അധികം നമുക്ക് ഗുണം ചെയ്യുക രണ്ട് ദിക്കിലേക്ക് അതിൻ്റെ വാതിൽ വെക്കുമ്പോഴാണ്. അത് ഒന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ ആയിരിക്കാം നമുക്ക് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അതിന് സാധിക്കില്ല എങ്കിൽ വടക്ക് ഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്കിത് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം വീട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് മുതൽ നമുക്കതിനെക്കുറിച്ചൊരു ധാരണയില്ലെങ്കിൽ പിന്നീട് നമുക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ അറിവ് കിട്ടിയതിന് ശേഷം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാന ബെഡ്റൂം അതിൻ്റെ വാതിലുകൾ തീർച്ചയായിട്ടും ഒന്നുകിൽ കിഴക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്കോ ഇറങ്ങുന്ന രീതിയിൽ നിർമ്മിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ഊർജവും എനർജിയും കൂടുതൽ പ്രകാശവും എല്ലാം നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കിട്ടാൻ സാഹചര്യവും അത് തന്നെയാണ്. വാതിൽ നിർമ്മിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ജനലുകൾ നമ്മുടെ റൂമിന് ആവശ്യമായിട്ടുള്ള ജനലുകൾ നമ്മുടെ റൂമിന് തീർച്ചയായിട്ടും ഇടണം. കന്നിമൂലയിൽ വരുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ ജനലുകളും അതുപോലെ തെക്ക് ഭാഗത്തുള്ള ജനലുകൾക്ക് വലിപ്പം കള്ളികൾ കുറഞ്ഞ രീതിയിലും ആയാൽ ഒന്നുകൂടെ ഗുണം വർദ്ധിക്കും എന്നുള്ളത് കൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ.